ഇന്നിപ്പോ താത്താന്റെ പേരത്തൊരു വ്ലോഗാണ് കേട്ടോ. ഓളോട് വന്നാൽ ഞാൻ അടുക്കള കയറലൊന്നുമില്ല. ഇന്നും പോൾ പല്ലും പറിച്ച് റെസ്റ്റ് എടുക്കാട്ടോ. അപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി കയറിയത് കേട്ടോ. അങ്ങനെ വണ്ടി കയറാൻ മാത്രമൊന്നുമില്ല, അപ്പുറത്തെ ഇപ്പുറത്തെ സ്റ്റോപ്പ് കേട്ടോ ഞങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങൾക്കൊക്കെ കടന്നു കേട്ടോ. അങ്ങനെ ഒന്ന് മത്തി നത്തളമാണ് കിട്ടിക്കുന്നത് കേട്ടോ. അതാണ് കറി വെക്കാൻ വിചാരിച്ചു. പിന്നെ അത് എണ്ണ ഒഴിച്ച് ഉലുവട്ട് വേപ്പിൻ്റെ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂപ്പിച്ചിട്ട് നേരെ വെല്ലുള്ളി ഇട്ടിട്ട് വഴറ്റിട്ടോ. എടുത്തേക്ക് കല്യാണം കഴിച്ചോണ്ട് ഞങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പറ്റും. ഉള്ളി വാടിയപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ടോ. അതുപോലെ തന്നെ പൊരിക്കാനുള്ള മീൻ മസാല ആക്കും ചെയ്തിട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യണമാരല്ലോ, വേറെ ആൾ അടുക്കള എടുക്കുമ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റാണ് കേട്ടോ. നമുക്ക് കുക്കിംഗ് അറിയാത്തവരെ മാതിരിയൊക്കെ വരും കേട്ടോ. അങ്ങനെ മസാലപ്പൊടികളൊക്കെ അതിലിട്ടോ, മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടാണ് വാട്ടിയിട്ടോ. പിന്നെ അതാ പുളിയും പറഞ്ഞിട്ടോ. ഇവിടെ പുളി അധികമാണോ കുറവാണോ എരിവാണോ ഒന്നും അറിയില്ല കേട്ടോ. തേങ്ങ അതെടുത്ത് ഞാൻ വറക്കാൻ വെച്ചിട്ടോ. തേങ്ങ അരച്ച് കറി വെക്കാന്നാണ് വിചാരിച്ചത്. അങ്ങനെ അത് തിളച്ചപ്പോൾ അത് ഇതാ മീനും കൊണ്ടിട്ടോ. മത്തി നത്തോളം ഒരുമിച്ചായിട്ടൊന്ന് കറി വെക്കണേ. തേങ്ങ വറുക്കലിനിപ്പോൾ ഞാൻ മീൻ ചട്ടിയിലിട്ടോ. ഒക്കെ വേഗം ചെയ്യാൻ നോക്കിട്ടോ. പിന്നെ എന്തൊക്കെ ഒരു പോയിട്ടോ, ഞാൻ വെച്ചത് ഇവർക്ക് ടേസ്റ്റ് ഉണ്ടാവൂലേ, ഇവരുടെ ടേസ്റ്റ് വേറെ ആവും എൻ്റെ ടേസ്റ്റ് വേറെ ആവും, അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങയുടെ അരപ്പ് വെച്ചത് ആ മീൻകറി റെഡിയാക്കി എടുത്തുട്ടോ. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് അടുക്കളുടെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോട്ടോ. അങ്ങനെ മീൻ മറിച്ചിട്ട് അതും കൂടി വേവിച്ചെടുത്തുട്ടോ. ഈ ഒരു അവസ്ഥയ്ക്ക് അൽക്കുലത്ത അവസ്ഥ. ഇനി ഇതൊക്കെ ഒന്ന് തുടച്ച് നേരാക്കി ക്ലീൻ ആക്കി ഇട്ടപ്പോൾ പെണ്ണിൻ്റെ മേത്ത് കയറിട്ടോ. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.